Dear students, company board LGS, അല്ലേ ബെഫ്കോ LD, ഫയർമാൻ, CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളൊക്കെ വരാൻ പോവാണ്. 10th +2 ലെവൽ ഒരു ചാകരയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ അത് കിട്ടാനുള്ള സാഹചര്യം ഏറ്റവും മികച്ച രീതിയിലുണ്ട്. പഠിച്ചാൽ മാത്രം മതി. പഠിക്കുമ്പോൾ തന്ത്രപരമായി പഠിക്കണം. വിജയത്തിന്റെ ഫോർമുല എന്താണ്? PSC വിജയത്തിന്റെ ഫോർമുല ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഇത് രണ്ടും വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഒരു ശരാശരി കഴുത അല്ലെ, നിങ്ങളെക്കാൾ നല്ല രീതിയിൽ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഏതൊരു മനുഷ്യനെക്കാട്ടി ഒരു കഴുത അധ്വാനിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ വിജയം നേടുന്നത് മനുഷ്യനാണോ കഴുതയാണോ? മനുഷ്യനാണ്. കാര്യം എന്തുകൊണ്ടാണ്? കഠിനാധ്വാനത്തിനൊപ്പം അവന് സ്മാർട്ട് വർക്കും ചെയ്യാൻ അറിയാം, ബുദ്ധി ഉപയോഗിക്കാൻ അറിയാം. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായി നമുക്ക് കറക്കി കുത്ത് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് ഫ്രീ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതൊരു ഫ്രീ കോച്ചിങ് ആണ് നിങ്ങൾക്ക് ഇപ്പം തരാൻ പോകുന്നത്. ഇതിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പഴുതടച്ചുള്ള തയ്യാറെടുപ്പിനായിട്ട് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. ഓരോ പരീക്ഷയ്ക്കും ഓരോ ബാച്ച് പർച്ചേസ് ചെയ്ത് കാശ് കളയണ്ട. 10th ലെവൽ +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ അല്ലെങ്കിൽ 10th ലെവലിനകത്ത് ഈ CPO, WCPO, ബെഫ്കോ LD +2 ലെവലിനകത്ത് യൂണിഫോം ഫോഴ്സ് അല്ലെങ്കിൽ ഒറ്റ ബാച്ച് മതി. അതിനകത്ത് തന്നെ സമഗ്രമായിട്ട് ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ വഴി സിലബസ് എല്ലാം കവർ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. ഏതൊക്കെ പരീക്ഷകളാണ് ഇത് കവർ ചെയ്യുന്നത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ടെലിഗ്രാം ചാനലിൽ തരുന്ന ഫ്രീ മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നല്ല രീതിയിൽ നോക്കി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചാനൽ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയി. എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കറക്കി കുത്താൻ പറ്റുക? അതും പ്രസ്താവന മാതൃകാ ചോദ്യങ്ങൾ. ഇത്തരം വലിയ ചോദ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എങ്ങനെയാണ് കറക്കി കുത്താൻ പറ്റുക നോക്കണം. ഫസ്റ്റ് നിങ്ങൾ ചോദ്യം ഒന്ന് സ്കാൻ ചെയ്യണം. ചോദ്യം എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ വർഷവും ഡേറ്റും മാസവും ഒക്കെ നോക്കി വെച്ച് പോയാൽ പോലും എക്സാം ഹോൾ ഇതൊക്കെ നമ്മൾ മറക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഒരു ബേസിക് ലോജിക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഒരൊറ്റ ബേസിക് ലോജിക്ക് നമ്മുടെ കയ്യിലുള്ള എന്താ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമാണ് മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ 1 കഴിഞ്ഞിട്ട് മാത്രമേ 6 വരത്തുള്ളൂ. 1 കഴിഞ്ഞിട്ട് മാത്രമേ 6 വരത്തുള്ളൂ അല്ലെ. 1 കഴിഞ്ഞിട്ട് 6 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ കൂട്ടത്തിൽ എവിടെ? D ആണ്. 1 കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 6 വരുന്നു. ഇപ്പൊ ഇവിടെയും 1 കഴിഞ്ഞിട്ടാണ് 6 വരുന്നത് അല്ലെ. പക്ഷെ 1 കഴിഞ്ഞിട്ട് ഉടനെയാണ് 6 വരുന്നത്. ഇന്ദിരാഗാന്ധി മരിക്കുന്നു, രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് D എന്നൊരു ഉത്തരത്തിലേക്ക് എത്താം. സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പൊ എന്തായാലും സിയും ഡിയിലേക്ക് നമ്മൾ എത്തി. സിയിലേക്ക് ഡിയിലേക്ക് എത്തി. 1 കഴിഞ്ഞിട്ട് 6 വരുത്തുള്ളൂ അല്ലെ. A, C അല്ലെങ്കിൽ D, അത് ഈ 3 എണ്ണത്തിനകത്ത് 1 കഴിഞ്ഞിട്ടാണ് 6 വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഏത് ചൂസ് ചെയ്യും? 1 കഴിഞ്ഞിട്ട് 4 വന്നിട്ടാണ് 6 അല്ലെ. അതായത് ഇന്ദിരാഗാന്ധി വന്നിട്ട് വാജ്പേയിയും കഴിഞ്ഞിട്ടാണ് രാജീവ് ഗാന്ധി വന്നതെന്നാണ് പറയുന്നത്. ഒരിക്കലല്ല, വാജ്പേയി ആണ് ഈ കൂടുതൽ ഏറ്റവും അവസാനത്തെ ആള്. വാജ്പേയി നമുക്കറിയാം, നമുക്കറിയാം. അപ്പോ നമുക്ക് A എലിമിനേറ്റ് ചെയ്യാം, C അല്ലെങ്കിൽ D ആണുള്ളത്. ഇത്രയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കുത്തിരിക്കുമ്പോൾ മനസ്സിലാവും ഇന്ദിരാഗാന്ധി മരിച്ചിട്ട് ഉടൻ തന്നെയാണ് രാജീവ് ഗാന്ധി അധികാരത്തിൽ എത്തുന്നതിനുള്ള മിനിമം ലോജിക് ഉണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എല്ലാം കിട്ടും. നിങ്ങൾ ഇതിനകത്ത് വിശ്വനാഥ് പ്രതാപ് സിംഗിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താം. ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുക. സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ UPSC-യിൽ കഴിഞ്ഞ 10, 25, 30 വർഷമായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള PSC പാറ്റേണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കട്ടയ്ക്ക് ഈ പാറ്റേൺ ഇപ്പം തന്നെ പിടിച്ചോ. നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇത് വട്ടം ഇട്ട് വെക്കണം. ശരി അല്ലെങ്കിൽ തെറ്റെന്നുള്ള വട്ടം ഇട്ട് വെക്കാം. ഏതൊക്കെയാണ് ആ ചോദ്യം? അപ്പൊ തുങ്കൻ കമ്മിറ്റിയെ പറ്റി പഠിച്ചിരുന്നു, മറന്നുപോയി. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ, മറന്നുപോയി. ഭരണഘടന 71ാം ഭേദഗതി, ഇത് മിസ്റ്റേക്ക് ആണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാ? ഇത് ഏറ്റവും ബേസിക് സിസ്റ്റം ആണ് അല്ലെ. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇത് രണ്ടും ഓർത്തെടുത്ത് സമയം കളയുന്നതിന് പകരം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മൾ താഴേക്ക് നോക്കി വരണം. ഒരു സ്റ്റേറ്റ്മെന്റ് കാണും നമുക്ക് അവിടെ. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് അറിയാൻ തന്നെ 3rd സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ. ഒറ്റയടിക്ക് D എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി. നിങ്ങൾ 4th സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയത് പോലില്ല. അപ്പൊ ഇതാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ മാജിക്. കാരണം എക്സാം ഹോളിലെ നിങ്ങളുടെ ഓരോ സെക്കൻഡും റാങ്ക് മേക്കിംഗ് സെക്കൻഡ്സ് ആണ്. നിങ്ങൾക്ക് ചുമ്മാ ആലോചിച്ച് സമയം കളയാൻ അവിടെ ഇല്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. ഈ തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തുക, പെട്ടെന്ന് തന്നെ റാങ്കിലേക്ക് എത്തുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും എലിമിനേഷൻ ടെക്നിക്സിനെ എതിർക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ തോറ്റുപോരെ പഠിച്ചെങ്കിൽ മാത്രമേ കോച്ചിങ് നടത്തി കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇൻഡസ്ട്രിക്ക്. ജോലി നിങ്ങളുടെ മാത്രം ആവശ്യമാണ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ആവശ്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി വാങ്ങിക്കുക, പെട്ടെന്ന് PSC പഠനം നിർത്തി ജോലിയിലേക്ക് പ്രവേശിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. എലിമിനേഷൻ ടെക്നിക്സിനെ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സത്യം മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി. കോമ്പറ്റീഷൻ ആണ്,
നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൽ അതിനർത്ഥം മറ്റൊക്കെ ജോലി പോകുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു പബ്ലിക്കായിട്ട് ഒരു പക്ഷേ ഇതിനെ എതിർക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളത് ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നിങ്ങൾ തോറ്റിരിക്കുകയും അവർക്ക് ജയിച്ചു പോകാനും പറ്റുള്ളൂ. സത്യസന്ധമായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. തലച്ചോറ് എവിടെയും പണയം വയ്ക്കാതിരിക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചേരുമ്പടി ചേർക്കുക അല്ലേ? എഗെയിൻ വർഷമാണ് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ. ആയിട്ടുള്ളത് അല്ലേ? പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഈ സെക്ഷൻ അത് 2 വർഷം അല്ല 1 വർഷം അടുപ്പിച്ചെടുക്കുന്നുണ്ടോ? 1953 ഒക്ടോബർ, 1953 ഡിസംബർ. നമുക്കറിയാം ഫസൽ അലിയും ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കുന്ന സംസ്ഥാനം. എന്റെ ചോദ്യം ഏതാ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ അല്ലെ? ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാ? എന്തായാലും 2 കഴിഞ്ഞിട്ടേ 3ഉം 4ഉം വരും. ഛത്തീസ്ഗഡും ഗോവയും എന്നുള്ളത് നമുക്കറിയാം. ഈ 2 കഴിഞ്ഞിട്ട് എന്തായാലും ഇത് 2 വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 എന്ന് പറയുന്ന സംഭവം C അല്ലെങ്കിൽ D ആയേ പറ്റൂ. വേറെ ഒരു സംശയമില്ല. വേറെ ഒരു ഓപ്ഷനിലേക്ക് 2വിന് പോകാൻ ഒക്കത്തില്ല അല്ലെ? 2 C അല്ലെങ്കിൽ D ആയേ പറ്റൂ. നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലായോ? വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. 2 എന്ന് പറയുന്ന ഓപ്ഷന് ഒന്നുകിൽ C ആയിരിക്കണം അല്ലെങ്കിൽ D ആയിരിക്കണം. വേറെ ഓരോ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ച് ഇതിൽ 2 ആയിരിക്കത്തില്ലല്ലോ. അപ്പം 2 നോക്കുക, C അല്ലെങ്കിൽ D വരുന്നത്. ഇവിടെ ബിയും എയും ആണ്. ബിയിൽ മാത്രമാണ് ഈ പറയുന്ന പോലെ 2 വന്നിട്ട് C കൊടുത്തിട്ടുള്ളത് അല്ലെ? 2 വന്നിട്ട് C കൊടുത്തിട്ടുള്ളത് ബിയിൽ മാത്രമാണ്. അപ്പൊ അതിന് ഉത്തരം ബി ആണ്. ഇവിടെ ബാക്കിയുള്ളത് ആലോചിച്ച് സമയം കളയണമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ ചോദ്യം ഒന്നും കൂടെ നിങ്ങൾ റിവൈൻഡ് അടിച്ച് കണ്ടുപോയി. മക്കളെ, നിങ്ങളുടെ ജീവിതമാണ്, ജോലിയാണ്. അത് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അനാവശ്യമായി സമയം കളയില്ല. എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള എന്ത് മാർഗവും ശ്രമിക്കുക. കൃഷ്ണ പറഞ്ഞ പോലെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. എന്ത് കുറുക്കഴി ഉപയോഗിച്ചാണ് ഉത്തരത്തിലേക്ക് എത്തുക. ഈ ചോദ്യമിട്ട ചോദ്യകർത്താവിന്റെ ഉദ്ദേശം അതാ. അപ്പൊ ഞാനും മോക്ക് ടെസ്റ്റിനൊക്കെ ധാരാളം ചോദ്യം ഇടുന്നതാണ്. നിങ്ങൾ ചോദ്യകർത്താവിന്റെ തലച്ചോറ് എന്ന് വേണം ചിന്തിക്കാൻ. അയാളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് അയാളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളുടെ അറിവ് പരിശോധിക്കലല്ല. അറിവ് പരിശോധിക്കുന്ന ചോദ്യങ്ങൾ വേറെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞ ആഴത്തിൽ പഠിക്കണം. ഇതിന്റെ ചോദ്യ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒരു ഉത്തരം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. എത്രത്തോളം കുട്ടികൾക്ക് ഇത്രയും ഡെപ്തിൽ നോളജ് ഉണ്ടോ നമുക്ക് നോക്കാം. ഈ ചോദ്യം കണ്ടോ, കേരള PSC വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയും ഡെപ്തിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ? സ്വത്തവകാശം, മൗലിക അവകാശം കണ്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് ബട്ട് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ PSCയുടെ നിലവാരം. സോ കറക്കി കുത്തി മാത്രം ജയിക്കാൻ ആരും വിചാരിക്കുന്നത്, അതിന്റെ കൂടെ ആഴത്തിൽ പഠിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചുകളിൽ ഫീസ് വളരെ തുച്ഛമാണ്. പക്ഷേ അവിടെ സിവിൽ സർവീസ് നിലവാരത്തിലുള്ള അഡ്വാൻസ്ഡ് കണ്ടന്റുകളും കിട്ടും. വെറും ഏറ്റവും ബേസിക് ലെവലിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് തരും. ബേസിക് ലെവലിൽ പഠിച്ച് നല്ല അഡ്വാൻസ്ഡ് ആഴത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടി കഴിയുമ്പോൾ അതിന്റെ കൂടെ സ്മാർട്ട് വർക്ക്, എലിമിനേഷൻ ടെക്നീക്സിനും കൂടെയുള്ള പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാച്ചിന്റെ ഫീസ് എന്ന പല ആൾക്കാരുടെ സംശയം അതാണ്. ഇത്രയും ചീപ്പാണോ, ബാച്ചിന്റെ ക്വാളിറ്റി മോശമാണോ സംശയമുള്ള ആൾക്കാരൊക്കെ ഡെമോ ക്ലാസ് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു സീരിയസ്നെസ് മനസ്സിലാവും. ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ഫുൾ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഇത് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ മുടക്കിയുള്ള അഡ്വർടൈസ്മെന്റ്സ് ഇല്ല. വലിയ വലിയ റീലുകളോ അല്ലെങ്കിൽ സിനിമാറ്റിക് സ്റ്റൈലിലെ വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത്രയും ഫീസ് കുറച്ച് നമുക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. നമ്മൾ വീഡിയോസിലാണ് നമ്മുടെ കോഴ്സസിനെ പറ്റി പറയുന്നത്. അല്ലാതെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്, ലക്ഷങ്ങൾ മുടക്കുള്ള പരസ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ഫീസിൽ ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു സീക്രട്ട്. അപ്പോൾ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആഴത്തിൽ പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴെ പറയുന്നവയിൽ സൺയാറ്റ്സന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്ത ഏതെന്നാണ് ചോദ്യം. സോ അഗൈൻ പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കോഴ്സ് കൊടുക്കുന്നു, നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ടെസ്റ്റിമോണിയൽസിന്റെ പ്ലേലിസ്റ്റ് മാത്രം കയറി നോക്കിയാൽ മതി. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. കഴിഞ്ഞ LDCയിലായിക്കോട്ടെ, ഡിഗ്രി ലെവൽ, 10th പ്ലസ് 2 പരീക്ഷകളിലൊക്കെ ഏറ്റവും മികച്ച റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഹാർഡ് വർക്ക് റിസൾട്ട് മാത്രമാണ്. ഓക്കെ, അപ്പം കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. സൺയാറ്റ്സന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്ത കണ്ടോ, തെറ്റായ പ്രസ്താവന വട്ടം ഇട്ട് വയ്ക്കുക. ബാധകമല്ലാത്ത ഏതെന്നാണ് ചോദ്യം. അപ്പോ 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഒന്ന് നോക്കിയേ, ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ഏതാ? ദേശീയത ന്യായമുള്ള കാര്യമാണ് അല്ലെ. സോഷ്യലിസം, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ന്യായമുള്ള കാര്യമാണ്. ജനാധിപത്യം ന്യായമാണ്. സമഗ്രാധിപത്യം, ടോട്ടലിറ്റേറിയനിസം എന്ന് പറയും, ഏകാധിപത്യം പോലുള്ള സാധനമാണ്. ഈ കൂട്ടത്തിൽ ഇത്തരം ജനാധിപത്യം പറയുന്ന ഒരു രാജ്യത്ത്, ജനാധിപത്യം പറയുന്ന ഒരു വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ദേശീയത അല്ലെങ്കിൽ സോഷ്യലിസത്തെ പറ്റി സംസാരിക്കുന്ന വ്യവസ്ഥയിൽ ടോട്ടലിറ്റേറിയനിസം, സമഗ്രാധിപത്യം ചെയ്യാൻ പറ്റും. അലുവയെ മത്തിക്കറിയും പോലെ ഇരിക്കല്ലേ. ഈ കൂട്ടത്തിൽ പെടാത്ത ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഗ്രാധിപത്യം, ടോട്ടലിറ്റേറിയനിസം അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ D ആണ്. കോമൺ സെൻസ് വെച്ച് മാത്രമല്ല, സൺയാറ്റ്സനെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യേണ്ട അതിനകത്ത്. ഈ കൂടുതൽ ഒറ്റയാൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി.
ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സന്യാസി നല്ലൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ചൈനീസ് റെവല്യൂഷൻ നടത്തിയ വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം എന്തായാലും ഏകാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അത് മാത്രമാണ് ലോജിക്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരണം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കണം. DNA, ഇതിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ എന്തെന്നാണ് ചോദ്യം, അല്ലെ? ജീൻ എഡിറ്റിംഗ് ആണോ, തെറാപ്പി ആണോ, ഫിംഗർ പ്രിന്റിംഗ് ആണോ, മാപ്പിംഗ് ആണോ? ലോകത്ത് എവിടെയാണെങ്കിലും എന്തിന്റെങ്കിലും സ്ഥാനം കണ്ടെത്താൻ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? സ്ഥാനം കണ്ടെത്താനാണെങ്കിൽ കീവേഡ് ഒന്ന് മാച്ച് ചെയ്തതിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഇതാണ് സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള തന്ത്രങ്ങൾ. കൂടുതൽ ആഴത്തിൽ പഴുതടച്ചോ തയ്യാറെടുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ച്, ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കോഴ്സുകളാണ് ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടുക. ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് മുന്നേറാം. റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഞാൻ ഉപയോഗിച്ച മാർഗങ്ങളും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ച സ്റ്റഡി പ്ലാൻസ് എല്ലാം ഇതിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. മെന്റേഴ്സിന് ഹെൽപ്പ് ഉണ്ടാവും. സോ ഓൾ ദ വെരി ബെസ്റ്റ്.